കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ മെയിൻ്റെനൻസിന് കാര്യം ഓർക്കുമ്പോഴേ അത് ഓർത്തിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹപ്പെട്ട വണ്ടിയായിരുന്നു അത്. അതായിരുന്നു നമ്മുടെ ക്രേസ്. 2017 വണ്ടിയാണ് പോട്ടെ. മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? പൊളിയാ സത്യമാണോ? പിന്നെ നിലവിൽ അത്രയും ബഡ്ജറ്റ് മറിക്കാനില്ല എന്നുള്ളൊരു വസ്തുതയും കൂടി ഉണ്ട്. വേറെ പ്രശ്നം ഇപ്പൊ നീ മേടിച്ച കൈ കാശെല്ലാം വെച്ചിട്ടാണോ? കമ്പനിന്ന് ലോൺ പോലും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 18 വേണം എന്നിട്ട് ഒരു ആരോടാ വെച്ചേ? ഉണ്ടല്ലോ വിമൽ സാറിന് ലോൺ പാസ്സായി. പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, കുറച്ച് പൈസ ഞാൻ മറിച്ചോളാം, ഒന്നും അത്യാവശ്യം ഇല്ലാന്ന് പറഞ്ഞു വിമൽ സാർ. താങ്ക് യു വിമൽ സാർ. പുള്ളിയായിരുന്നു ആദ്യം മൂപ്പിച്ചു. പുള്ളി പറഞ്ഞു പൈസ ഇപ്പോൾ വേണമെന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് ഇറക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ഇന്നത്തെ ഫംഗ്ഷന് നല്ലൊരു എമൗണ്ട് ആയിക്കോളൂല്ലേ? നമ്മള് ബാർഗൈൻ സെറ്റല്ലേ? ആണോ? എല്ലാം കൂടി അറബിക്കും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി 1200. നന്നായിട്ട് ഒരു ലക്ഷം എടുക്കും. ആവശ്യം പിന്നെ ലേറ്റ് നമ്മൾ ഞെട്ടിപ്പോയിട്ടാടാ. അവൻ ഇങ്ങോട്ടൊരു വില അങ്ങ് പറഞ്ഞു. നമ്മൾ 3-4 ഐറ്റം കൂടി കേട്ടിട്ട് പറഞ്ഞു ഈ സാധനം നമുക്ക് ഇങ്ങനെ വേണോട്ടോ എന്ന് പറഞ്ഞു. അടിച്ചു ഓക്കെ നന്നേക്കണം പറഞ്ഞു. കുറച്ച് ഇതാണെന്ന് പറഞ്ഞു. വിളിക്കുന്നത് ആണോ? അന്ന് അവനെ വിളിച്ചിട്ട് എന്താ പറയാ, ഒരു ഫുഡ് കൊണ്ട് എടുത്തു വെക്കാൻ പറ. പുള്ളി മുതലാളിയാ. ആണോ? പേര് കൊണ്ടുപോകാനാണോ? അതിന് നേരെ മുമ്പോട്ട് വരാം. ഹലോ അൻസിക്ക, ഇന്നത്തെ പരിപാടി സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ സെറ്റിങ്സ് ചെയ്താൽ മതി. ഒരു ഡെസ്കും സംഭവങ്ങളൊക്കെ ഇട്ടേ, സൂപ്പിന്റെ പാത്രങ്ങള്. അതാണ് നമ്മളവിടെ വന്ന് എല്ലാ ഓഫീസ് ടേബിൾസ് അല്ലേ. അപ്പൊ നിങ്ങൾ അടുത്ത പാർട്ടിക്ക് ഞങ്ങൾ അതിൻ്റെ ഡാൻസ് ഞങ്ങൾ പറഞ്ഞോളാം. കുഴപ്പമില്ല. അതല്ലേ കുഴപ്പമില്ല. ബാക്കി സംഭവം സെറ്റ് ആക്കാം. പിന്നെ ഫുഡിനെ എല്ലാവർക്കും അറിയാവുന്നതിന് കുഴപ്പമില്ല. ബാക്കി സാറൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഷോപ്പിലുണ്ടോ? ഒരു മീൽസ് ടേക്ക് അവേ ഒന്ന് സെറ്റ് വെച്ചോളൂ. ഒന്ന് എടുത്തോളാം. തോന്നണം. നമ്മൾ ബൂമോമിന് ഞാൻ ട്രൈ ചെയ്തില്ല. നോട്ട്ബുക്ക് ഫുൾ ട്രൈ ചെയ്തോണ്ട് അവരുടെ മെനു നല്ല റേറ്റും ഐറ്റംസും ഇല്ല. ബീഫിന് നല്ല എരിവ്